ഇതിൻ്റെ ആ ഒരു കുറവുകളില്ലാണ്ടിരിക്കും. അതിൽ ഉൾപ്പെടുന്നതാണ് B1, B2, B5, B6, C, F ആൻഡ് K അങ്ങനത്തെ വൈറ്റമിൻസ് ഒരുപാട്. പിന്നെ കാൽസ്യം, നിയാസിൻ, പൊട്ടാസ്യം, കോപ്പർ, മഗ്നീഷ്യം, മഗ്നീസ്, ഫോസ്ഫറസ്, സിങ്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗർഭിണികൾ ഇത് നിർബന്ധമായിട്ടും കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകം നല്ലപോലെ ലഭിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാ? ഫസ്റ്റ്, അനീമിയ കുറക്കും. അഥവാ ബ്ലഡിൻ്റെ കുറവുണ്ടെന്ന് പറയുന്നവർക്ക് അനീമിയക്ക് നല്ലൊരിതാണ്. അയൺ കണ്ടൻറ്റ് നല്ലപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാം. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ക്ഷീണം. ഈ ക്ഷീണത്തിന് ദിവസം 1 കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ കുഞ്ഞ് വെയിറ്റ് കുറവുള്ള ആളുകൾ, വെള്ളം കുറവുള്ള ആളുകൾക്കൊക്കെ ഇത് ഏറ്റവും ബെനിഫിറ്റാണ്. ഡെയിലി 1 എന്നുള്ള രീതിയിൽ കഴിച്ചു കൊടുക്കുക.